ഫസ്റ്റ് ടൈം മോളെ കണ്ടത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനാണ് ആദ്യം കാണുന്നത് വൈഫിന് മുമ്പ്. ഓ ഓക്കെ. And how was that experience? ഇറ്റ്സ് എ വെരി മെമ്മറബിൾ എക്സ്പീരിയൻസ്. കാരണം ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ആൺകുട്ടിയാണ്. Okay. അപ്പോൾ അങ്ങനെ വിചാരിക്കാനുണ്ടായിരുന്നു ചെയ്തു. എന്തോ ഒരു ഹിന്റ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ് എവറിത്തിങ് ലുക്കിംഗ് ബ്ലൂ എന്നുള്ളത്. അപ്പോൾ ഓക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടിയോട്. അപ്പോൾ ഞാനും പാപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും എൻ്റെ സിസ്റ്റർ രണ്ട് ആൺകുട്ടികളാണ്. അപ്പോൾ ഐ വാസ് ഹോപ്പിംഗ് ഇറ്റ് ബി ഗേൾ. ഞാൻ നോക്കിയപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും മറ്റേ ബ്ലൂ ബലൂൺസ് ഒക്കെ അങ്ങനെ ഒരു പിങ്ക് ബലൂൺ ഞാൻ കാണുന്നു. ഉറപ്പിച്ച് ഉറപ്പ് ആൺകുട്ടി ഓക്കെ എവിടെ എന്ത് കിട്ടിയാലും ഇറ്റ്സ് എ ബ്ലെസ്സിങ്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം. അപ്പോൾ then we went in for surgery and the doctors ആണെങ്കിൽ പറഞ്ഞത് they talking to each other like കഴിഞ്ഞ ആഴ്ച മറ്റേത് കണ്ടു അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കാൻ ടോക്കിംഗ് ടു മാനുണ്ട്. പെട്ടെന്ന് they were like hey you guys want to what do you think it is? ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് അറിയാമോ ഡോക്ടർ? So then said why don't you take a look എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്ക് he held the baby up. എനിക്ക് അപ്പോഴത്തെ അത് ഒന്നും മനസ്സിലായില്ല. ഡോക്ടർ ലൈക്ക് ലുക്ക് അഗൈൻ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഐ സ്ക്രീംഡ് ദ ഹോസ്പിറ്റൽ ഡൗൺ. എന്ന് വെച്ചാൽ ദ ഡോക്ടേഴ്സ് ഗോട്ട് സ്കെയർഡ്, ദ നഴ്സസ് ഗോട്ട് സ്കെയർഡ്. എന്താ പറയുക, I was like ഞാൻ ഫുൾ ഒച്ചയും വളർന്നു അവിടെ. അപ്പോൾ ആസ് ഐ തിങ്ക് Amal by then is under medication, so she was like Mariam, wanted she close her eyes. അപ്പോൾ we like decided her name then. അവിടെ വെച്ച് പേര് ഡിസൈഡ് അവളാ എനിക്ക് അവളുടെ മനസ്സിലുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ ഇതായിരിക്കും പേര്. പിന്നെ ഞാൻ പുറത്തു വന്നിട്ട് എല്ലാവരോടും I told you കണ്ടോ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ അനൗൺസ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഫുൾ ഫാമിലി ലൈക്ക് എന്താ സംഭവിച്ചത് വാട്ട്. ഈ ഒച്ചയും കേട്ടു. പിന്നെ ഞാൻ എന്തോ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പോയി. ആർക്കും മനസ്സിലായി. കുറച്ച് റിലേവ് ആയിരുന്നു. അതെ എനിക്ക് മാത്രമല്ലേ പോയി. വലുതാകുമ്പോ മറിയത്തിനോട് പറയാൻ ഒരു കഥ. എപ്പോഴും ഒക്കെ കേട്ടോ. She knows it all. Tell me the story.